ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷർട്ടുമായിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കാണുമല്ലോ, അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആയ ആരുടെയെങ്കിലും ഒരു ഷർട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ അത് കളയാതെ എടുത്ത് വെച്ചേക്കണേ. നമുക്കത് ഈ ഒരു ട്രിക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷർട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്ലീവ് ഭാഗം രണ്ടും കട്ട് ചെയ്ത് മാറ്റുവാണേ. ബട്ടൺസ് എല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ആ സ്ലീവുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ ഒരു സംഭവം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കോ ആർക്കായാലും ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു തരം ടോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഷർട്ടിനെയൊന്നും വെറുതെ കളയണ്ടല്ലോ. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ ആ കോളർ ഭാഗം ഒന്ന് കളർ മങ്ങിയതേ ഉള്ളൂ. കോളർ ഭാഗം കളർ മങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഈ ഒരു ഷർട്ടിനെ വെറുതെ കളയണ്ടെന്ന് കരുതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ ഉള്ള ഷർട്ടുകളൊക്കെ ഉറപ്പായിട്ടും കാണും. അപ്പോൾ അതിലൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ആ കോളർ ഭാഗം കൂടെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുളിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് ഇടുവാണേ. അപ്പോഴും നമ്മൾ ചുളിവൊന്നും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവിനെ നമ്മൾ ഇതുപോലെ കീറി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ തയ്യലടിച്ച് എടുത്ത് അതിനെ ഒന്ന് വിടർത്തി എടുക്കുക. ഇതുപോലൊന്ന് നമ്മൾ എടുക്കുകയാണേ. എന്നിട്ട് ആ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ആ കൈയുടെ ആ ഒരു ഭാഗത്തെ ആ കോളർ പോലത്തെ സംഭവം അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. രണ്ട് സ്ലീവിൻ്റെയും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ബാൻഡ് പോലൊരു സംഭവത്തിന് ഈ ഒരു പീസ് ആവശ്യമാണേ. ഇങ്ങനെ എടുത്തിടുവാണേ. അവിടെയും ചുളിവൊന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വെക്കണേ. എനിക്കിപ്പോൾ അയൺ ചെയ്ത് എപ്പോഴും എടുക്കാൻ മടിയായതുകൊണ്ടാണ്. അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരു 3 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ 2 പീസിലും മാർക്ക് ചെയ്യുവാണേ. 3 ഇഞ്ച് വിഡ്ത്തിലും പിന്നെ ഇതുപോലെ 20 ഇഞ്ച് ലെങ്തിലും ആ ഒരു ക്ലോത്തിനെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ടേ. അങ്ങനെ 2 പീസ് നമ്മളൊരു ബാൻഡിന് വേണ്ടി എടുത്തിരിക്കുവാണേ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലോ ആ ഒരു പാർട്ടിലോട്ട് ഇതിങ്ങനെ കുഞ്ഞ് എന്താന്ന് സ്ലീവ് പോലെ ഇട്ട് എടുക്കുകയാണ്. സ്ലീവല്ല, സോറി കേട്ടോ, എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബോബൻ ത്രെഡ് ഉണ്ടല്ലോ, അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ബോബൻ ത്രെഡിലേക്ക് ആ ഒരു ഇലാസ്റ്റിക് ത്രെഡ് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കേസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ബാൻഡിന് വേണ്ടി എടുത്ത ക്ലോത്തിൻ്റെ അരികുവശം ഞാനൊന്ന് മടക്കി അടിച്ചെടുക്കുവാണേ. 2 ക്ലോത്തിൻ്റെയും അരികുവശം ഇതുപോലെ മടക്കി അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ബോബനിലെ നൂലിട്ട് വേറെ ആ ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുരുക്ക് വീണുകൊണ്ട് വരും കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 തവണ ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടോ, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വ്യത്യാസത്തിൽ ഇതുപോലെ വീണ്ടും താഴേക്കുള്ള ആ ലെങ്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 2 പാർട്ടിലും നമുക്കിത് ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ ക്ലോത്തിനെ കിട്ടിയിട്ടുണ്ട്. അടിവശം ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ, നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെയിൻ പാർട്ട് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ഷോൾഡർ ഇപ്പോൾ 7 ഇഞ്ചോ 6 ഇഞ്ചോ ആണെങ്കിൽ അത് അടയാളപ്പെടുത്തുക. ഞാനിവിടെ 4.5 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ വേണ്ട. ഞാനിവിടെ ഒരു കുഞ്ഞു കുട്ടിക്കാണ് ഇതെടുക്കുന്നത്. എന്നിട്ട് അവിടേക്ക് ആ ആം ഹോൾ കർവിനെ ഒന്ന് നീട്ടി വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അതായത് നമ്മുടെ ആ ഒരു ഷോൾഡർ ഫുൾ അളവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഈ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചുണ്ടാക്കിയ ബാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശവും
ആ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി എടുത്തിട്ട് ഈ ബാൻഡിനെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. കണ്ടോ, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് കെട്ടിട്ടങ്ങ് അറ്റാച്ച് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ബോബനിലെ നൂല് മാറ്റി, കേസിൽ നൂല് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സാധാ നൂലാണ് നമ്മൾ തയ്ച്ചു പോകുന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളും കറക്റ്റായിട്ടാണോ വരുന്നതെന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തുണി മേടിച്ച് പൈസയൊന്നും കളയാണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇനി ഇതിൻ്റെ തയ്ച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് വശത്തിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാവേ. ഇതുപോലെ പതിച്ചടിക്കുക. ഇതുപോലെ തന്നെ മറ്റേ വശവും നമുക്ക് ഈ ബാൻഡിനെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാവേ. അങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 ക്രോസ് പീസ് വേണമേ. ആ ക്രോസ് പീസുകളെ നമ്മളിതാ ഇങ്ങനെ നല്ല വശം ചേർത്ത് ക്രോസ് പീസുകളെ ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുവാണേ. ഇനി ആ ക്രോസ് പീസ് എന്തിനാന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു ആം ഹോള് ഭാഗം ആയിട്ടുണ്ട്. ഇനി ആ ആം ഹോളിനെ നമുക്ക് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രോസ് പീസേ. അപ്പോൾ ആ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് തന്നെ വെച്ചിട്ട് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം കുഞ്ഞി കട്ട് കൊടുക്കുക കേട്ടോ. കട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മോശം വശത്തിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് കൊടുക്കുക. അതിനുശേഷം ആ ബാലൻസ് വന്ന ആ ക്ലോത്തൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇതുപോലെ തന്നെ മറ്റേ ആം ഹോളും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ആം ഹോളും നമ്മളിതാ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 കെട്ടുകളാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ 4 ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്ലോത്തിനെ നമുക്കൊന്ന് നല്ല വശം വെച്ച് അടിച്ചെടുത്തിട്ട് ഒന്ന് തിരിച്ചെടുക്കണം. നമ്മൾ ഈ ഡോറി മേക്ക് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഡോറിയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 4 ക്ലോത്തും ഇതുപോലെ നല്ല വശം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡോറി മേക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു കമ്പിയോ ഈർക്കലോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 4 എണ്ണവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇതുപോലെ തന്നെ 4 ബാക്കി 3 വശവും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണമേ. അങ്ങനെ 4 എണ്ണവും നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഏറ്റവും ബോട്ടം ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്താണ്ടിരിക്കുന്നത് അത് ഞാനൊന്ന് സ്ട്രെയിറ്റ് കട്ടായിട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഇലാസ്റ്റിക് അല്ല ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചേർത്തിട്ട് നമുക്കിതിനെ കൂടുതൽ ഭംഗിയാക്കാം. അപ്പം ഞാൻ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇതുപോലെ അങ്ങ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ എനിക്കെന്തോ അത് വേണ്ടാന്ന് തോന്നിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും ഭംഗി. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.
എന്നിട്ട് ഞാൻ ഒരു ലേസ് ആദ്യം തന്നെ ഇതിൻ്റെ അരികു വശം ഒന്ന് അടിച്ചെടുക്കണമേ. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ വൈറ്റ് ലേസ് മാറ്റിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ വീതിയുള്ള ഒരു ലേസ് ഇരുന്നു. അപ്പം ഞാൻ കരുതി ഇതങ്ങോട്ട് അടിച്ച് ചേർക്കാമെന്ന് കരുതി അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് അത് ഫുള്ളായിട്ട് ആ റൗണ്ടിനങ്ങ് ആ ഒരു ലേസിനെ അറ്റാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തുണി മേടിച്ച് പോലും കാശ് കളയാണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇത് കുട്ടികൾക്കാണെങ്കിൽ ഒരു എ-ലൈൻ ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ സിമ്പിളായിട്ട് ഇടാവുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.